അയ്യപ്പ സംഗമത്തിന് ഒറ്റ ദിവസം 8 കോടി രൂപ ചിലവായി എന്നുള്ള കാര്യം അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, അതൊക്കെ നമുക്ക് പറയാൻ, അതൊക്കെ വരേണ്ട കാര്യങ്ങളല്ലേ. ഇലക്ഷൻ സ്വാഭാവികമായും പറയുമല്ലോ. ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് നവംബർ 5 വരെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ സാവകാശം നൽകിയിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ, ഞങ്ങൾ കൊടുക്കും. അപ്പോഴേ എത്ര രൂപ ചിലവായി, എത്ര രൂപ സ്പോൺസർ വന്നു, എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് അന്തിമ രൂപം തെളിയും. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു നയ പൈസ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നെടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആത്യന്തികമായി ചിലവാക്കില്ല. അത് ഹൈക്കോടതിയിൽ കണക്കുകൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഈ കേസിൽ 2 FIR വന്നിട്ടുണ്ട്. ഒന്ന് ഈ മറ്റേ ദ്വാരപാലരുടെയും മറ്റൊന്ന് ഈ ശ്രീകോവിലെ കട്ടിലയുടെയും. പക്ഷെ ഇതിൽ ഇതിൽ മാത്രമാണ് ബോർഡ്, അന്നത്തെ ബോർഡ് പ്രഖ്യാപിക്കുന്നത്. മറ്റേ 2 ഒരേ സമയത്ത് നടന്ന ഇഷ്യൂ ആണ്, ഒരേ ബോർഡാണ്. എന്തുകൊണ്ടാണ് ഈ ദ്വാരപാലകർ ഇതിൽ ഈ പ്രതിപട്ടികയിൽ ബോർഡ് എന്താ? അതൊന്നും ഞങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. അതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സമിതി പ്രതിചേർത്തതല്ലേ. അത് ഞങ്ങൾ അഭിപ്രായം പറയാൻ പോലും പാടില്ല. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് നടക്കുകയാണ്, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുണ്ട്. എന്തെങ്കിലും വിവരം ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയില്ല. SIT വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT വന്നിട്ടുണ്ട്. അറിയില്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പ്ലാനായി. അത് ചാർട്ടായിട്ടുണ്ട്. ഏത് അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലതും പുറത്തു. ഞങ്ങൾ ദേവസ്വം ബോർഡിൽ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അതുമായി ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. നോട്ടീസ് കൊടുത്ത ശേഷം പിന്നെ എന്താണ് തുടർന്ന് അവിടെ എങ്ങനെയായിരിക്കും? അത് വരട്ടെ, നമുക്ക് അത് ആലോചിക്കാം.